इस्लाम है, ഇന്ന് ലോകത്ത് മുഴുവനും ഇസ്ലാമുണ്ട്. मगर न रहने के बराबर। പക്ഷേ ഇല്ലാത്തതിന് സമമാണ്. मुसलमान नहीं रहे, ഇപ്പോൾ മുസൽമാൻ ബാക്കിയില്ല. फासिक और फाजिल हो गए सब। എല്ലാവരും ഫാസിക്കും പാടും. ये फिस्क और फुजूर दूर होना, ഈ ദോഷങ്ങളും കുറ്റകൃത്യങ്ങളും അവസാനിക്കും. हो फुजूर तुम्हारा दूर होगा। നിങ്ങളുടെ ഈ ദോഷങ്ങൾ ഒഴിവാകും. काबिल तुम मुसलमान, നിങ്ങൾ പൂർണ്ണ മുസൽമാനാകും. उसके बाद അതിനുശേഷം शरीयत कहते हैं। അതിന്റെ ഭാഗത്തുകൊണ്ട് शरीयत मुकम्मल, ശരീഅത്ത് പൂർണ്ണം. दुनिया में कोई पैदा नहीं हो सकता शरीयत में बढ़ाने और घटाने के लिए। ഈ ശരീഅത്തിനെ ഒന്ന് കുറക്കാനോ വർദ്ധിപ്പിക്കാനോ പറ്റിയവൻ ലോകത്ത് ജനിക്കാൻ സാധ്യമല്ല. क़ियामत तक कोई आलिम भी पैदा नहीं हो सकता, ना कोई मशाइख पैदा हो सकता। ഖിയാമത്ത് നാൾ വരെ അങ്ങനെ ഒരു പണ്ഡിതനും ജനിക്കുകയില്ല, ഒരു ശൈഖും ജനിക്കുകയില്ല. अगर कोई शरीयत में मदाखिलत करा, वो रहसन है, वो शैतान है। वो ആരെങ്കിലും ശരീഅത്തിൽ അക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ, കടന്നു കയറുകയാണെങ്കിൽ അവൻ അക്രമിയാണ്, അവൻ വഴിമുറിക്കുന്നവനാണ്. शरीयत मोहम्मद रसूलुल्लाह की, ശരീഅത്ത് മുഹമ്മദ് റസൂലുള്ളാഹി, ये आलिम और शायख की नहीं। ഏതെങ്കിലും ആലിമിന്റെയോ ശൈഖിന്റെയോ അല്ല. हुजूर सैयदना गौसे आजम रज़ियल्लाहु तआला अन्हु ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു क्या फरमा रहे हैं? എന്താണ് പറഞ്ഞത്? अगर सरेरू शरीयत की खिलाफवर्जी करेगा तो वो अहले तरीक नहीं। ആരെങ്കിലും മുടിമാറിലേക്ക് ശരീരത്തിൽ മാറ്റം വരുത്തിയാൽ അവനൊരിക്കലും തരീഖത്തുകാരനല്ല.